ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴ തോറും മുമ്പേ സീരിയലിൻ്റെ നമ്മുടെ അലീനയുടെയും അതുപോലെ തന്നെ നമ്മുടെ മനുശങ്കറിൻ്റെയൊക്കെ ഒരു അപ്കമിങ് വിശേഷം നമുക്ക് കേട്ടാലോ. അതായത് ഒരു അച്ഛൻ എന്ന നിലയിൽ നമ്മുടെ ബാലചന്ദ്രൻ ഒരു അച്ഛൻ എന്ന രീതിയിൽ ഒരിക്കലും ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം കാണുകയാണ് സ്വന്തം മകളിൽ നിന്ന്. ആ ഒരു അപ്കമിങ് വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഭയങ്കര സീനായി പോയി കേട്ടോ. ആ ഒരു സ്റ്റോറി കേട്ടിട്ട് വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകില്ല കേട്ടോ. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ അലീന സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ മാമച്ചനൊക്കെ ഇടപെട്ട് DYSP ഒക്കെ നേരിട്ട് വന്ന് നമ്മുടെ അലീനേനെ പുറത്തിറക്കിയായിരുന്നല്ലോ. അങ്ങനെ ഒരു ഇത് ഘട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീനയും കൃഷ്ണമോളും ഒരു ദിവസം രാവിലെ തന്നെ റെഡി ആവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാലചന്ദ്രനെ ഇന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പം മനു കാറും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് അലീന മാത്രമാണ് ആദ്യം പോകാനാണ് തീരുമാനിച്ചത്. അപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അലീന ചേച്ചി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ത് കാര്യം, അല്ല മോളെ ബബിത നീയും കൂടെ വന്നാൽ ഒറ്റയ്ക്കാവില്ലേ, ബബിതേച്ചി ഉള്ളത് ഇല്ലാത്ത കണക്കല്ലേ, ആ റൂമിനകത്ത് ഒരു ഫോണും പിടിച്ച് കയറി അടച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് പോലും ബബിതേച്ചി നോക്കാറില്ല, ഞാനും കൂടെ വരാം അലീന ചേച്ചി, അമ്മയെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ആയിക്കോട്ടെ മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം നമ്മുടെ കൃഷ്ണമോള് ചെന്നിട്ട് ബബിതയുടെ അടുത്ത് പറയുന്നുണ്ട്, ബബിതേച്ചി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്, അച്ഛൻ ചിലപ്പോൾ ഒന്ന് ഡിസ്ചാർജ് ആവും, ഞാൻ അമ്മയും കൂടെ കണ്ടിട്ട് വരാം, അപ്പോൾ ഞങ്ങൾ പോവാണ്, ഞാനും അലീന ചേച്ചി, മനുവേട്ടൻ വരും, അപ്പോൾ കാറിൽ ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബബിതയുടെ കാമുകനുണ്ടല്ലോ അമലിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അമൽ ഇങ്ങോട്ട് ബബിതയെ വിളിച്ചതാണ് കേട്ടോ. വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടി എന്തൊക്കെയാടി നിൻ്റെ വീട്ടിൽ നിൻ്റെ ബ്രദറിനെ കുറിച്ചൊക്കെ ഈ കേൾക്കണത്, ഈ ഹരി എന്നൊക്കെ പറഞ്ഞവനൊക്കെ ഇത്രയും ഒരിതാണോ, എന്ത് ഇതാടി, നിങ്ങളെങ്ങനെ വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായോ. അപ്പം ബബിത പറഞ്ഞു, ഞങ്ങൾക്ക് വെളിയിൽ പോലും, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, രോഹിത് അങ്ങനെ ചെയ്തതിന് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അപ്പം നീ എന്നെയൊക്കെ സമ്മതിക്കേണ്ടേടി, ഇന്ന് വരെ ഞാൻ നിൻ്റെ ഇഷ്ടമല്ലാണ്ട് ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ, അതില്ല, നീ എന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് അറിയാം അമലെ എനിക്ക്, പക്ഷേ എന്നാലും നീ ഹരിയുടെയും രോഹിത്തിൻ്റെയൊക്കെ ആ ഒരു ഇത് ഭയങ്കരമായി പോയിട്ടോ. അപ്പം ബബിത പറഞ്ഞു, എൻ്റെ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു കേസായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ജാമ്യം പോലും കിട്ടിയിട്ടില്ല, അവരിപ്പോൾ റിമാൻഡിലാണ് എന്ന് പറയുന്നുണ്ട്. അച്ഛൻ അതിൻ്റെ ഇടയിൽ വയ്യാണ്ടായി ഹോസ്പിറ്റലിലാണ്, പിന്നെ ഷോപ്പിലൊക്കെ കല്ലേറും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഞങ്ങൾക്ക് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല അമല്. അപ്പോൾ അമല് പറയുന്നുണ്ട്, ഇങ്ങനെ ആയാലും എന്താ ചെയ്യണേ, നിന്നെ കണ്ടിട്ട് ഇപ്പോൾ എത്ര ദിവസമായിടേ എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്നെ കാലിൽ പൂവിട്ട് പൂജിക്കണം കേട്ടോടി. അപ്പം നമ്മുടെ ബബിത ചോദിച്ചു, അതെന്താ, അല്ല നിൻ്റെ ഈ ബ്രദറും അതുപോലെ നിൻ്റെ കസിനും ഹരീനെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ എന്ത് പത്രം മാറ്റുക എന്നൊക്കെ പറഞ്ഞ് സ്വയം അങ്ങ് പുകഴ്ത്തി വിടുകയാണ് അമല്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, എനിക്കറിയാം അമലെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പുകഴ്ത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തമ്മിൽ സംസാരിക്കണത്, അതെ ഇനിയിപ്പോൾ നിൻ്റെ അച്ഛൻ ഡിസ്ചാർജായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കാണലും നടക്കില്ല, ഒരു മാസത്തേക്കൊക്കെ ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഒന്ന് തണുത്ത് ഒന്ന് ശമിച്ചാൽ മാത്രമേ ഇനി പുറത്തിറങ്ങലും നടക്കൂ, എന്താടി നിന്നൊന്ന് കാണണമല്ലോ. അപ്പോഴാണ് ബബിത ഓർക്കണത്, ഇന്നിപ്പോൾ കൃഷ്ണമോളും നമ്മുടെ അലീനയും കൂടെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പോൾ ആ കാര്യം അമലിൻ്റെ അടുത്ത് പറയണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ ഉച്ച കഴിയും, അപ്പോൾ ഇപ്പോൾ ഒരു 10 മണിയൊക്കെയല്ലേ ആയിട്ടുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഇവരിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, അപ്പോൾ നീ ബൈക്കും കൊണ്ട് വന്നിട്ട് ബൈക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് നീ ഇങ്ങനെ നടന്ന് വരണം. പക്ഷേ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നീ എന്തെങ്കിലും ഈ നമ്മുടെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് വരാറില്ലേ, ഇപ്പോൾ ടൊമാറ്റോ അങ്ങനെയൊക്കെയുള്ള ഓരോ ഇതിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ വരുന്നില്ല, ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നീ എന്തെങ്കിലും പാഴ്സലൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന കണക്ക് വന്നാൽ മതി. അപ്പോൾ ആൾക്കാരാരെങ്കിലും കാരണം എല്ലാവരുടെയും നോട്ടം നമ്മുടെ ഈ വീട്ടിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു ടീഷർട്ടൊക്കെ മേടിച്ച് ഒരു പാഴ്സലൊക്കെ ആയിട്ട് വരണം കേട്ടോ.
അപ്പോഴേക്കും നമ്മുടെ മനു വന്ന് അലീനയും കൃഷ്ണമോളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ബബിത ഒന്ന് കൃഷ്ണമോളെ വിളിച്ച് നോക്കുകയാണ് എന്തായി കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു ഇന്നത്തേക്ക് ചിലപ്പോഴേ ഡിസ്ചാർജ് ആവത്തുള്ളൂ എന്നാണ് ബബിതേച്ചി പറഞ്ഞത്. ഞങ്ങളിവിടെ എത്തി, അപ്പോൾ ഡോക്ടർ ഒരു ട്രിപ്പൊക്കെ ഇടുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ, എന്നാലും ഉച്ച കഴിഞ്ഞൊക്കെ എന്തായാലും ഡിസ്ചാർജ് ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു വിവരം ബബിതയ്ക്ക് കിട്ടണം, അതറിയാൻ വേണ്ടിയിട്ടാണ് ബബിത വിളിച്ചത്. കാരണം അമൽ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോഴെങ്ങാനും വരുമോ, ഇവർ ഹോസ്പിറ്റലിലൊക്കെ എത്തിയോ അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ബബിത ബുദ്ധിപൂർവ്വം ഒന്ന് വിളിച്ചത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ മനുവിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. എന്നുവെച്ചാൽ വീട്ടിലോട്ട് പോകണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല മനു, മനസ്സൊക്കെ ആകെ മടുത്തു. അപ്പോൾ അലീന പറയുന്നുണ്ട് അച്ഛാ അങ്ങനെയൊന്നും സംസാരിക്കല്ലേ അച്ഛാ, ഞങ്ങൾക്ക് അച്ഛനല്ലാണ്ട് മറ്റാരാ ഉള്ളത്, ഈ സമയത്ത് ഇനി ഇങ്ങനെ തളർന്നു കഴിഞ്ഞാൽ ശരിയാവുമോ അച്ഛാ, നമ്മൾ ഇനി ഇതിൽ നിന്നും വലിയ പ്രതിസന്ധികൾ എന്തോരം നേരിടാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അലീന ഒരുപാട് ഒരു ബലം, മനസ്സിന് ധൈര്യം കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രന്. പക്ഷേ ഒന്നുമില്ലെങ്കിലും ബാലചന്ദ്രൻ്റെ അലീനയുടെ ആ ഒരു സപ്പോർട്ടും അവളുടെ ആ ഒരു സംസാരവും കുറച്ചൊക്കെ മനസ്സിനൊരു ധൈര്യമൊക്കെ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കൃഷ്ണമോളും അതുപോലെ പിന്നെ മനു പേഴ്സണലിയും ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ടെൻഷനൊന്നും ആവണ്ട, എന്തായാലും അച്ഛനൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ വന്ന് നമുക്കിതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, എന്തായാലും നാണം കെട്ടു, ഇനിയിപ്പോൾ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്കിളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൃഷ്ണമോൾ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, അലീന ചേച്ചി ഞാനൊന്ന് അമ്മയെ പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോൾ അമ്മയെ പോയി കാണുന്നുണ്ട്. ആ കാണുന്ന സമയത്ത് ഭയങ്കര വഴക്കാണ് കേട്ടോ. ഈ അലീനയെ കുറിച്ചൊക്കെ എന്തെങ്കിലും കുത്തും കുഞ്ഞായ്മയും അല്ലാണ്ട് നമ്മുടെ വൈജയന്തി പറയത്തില്ല. അപ്പോൾ വൈജയന്തിയുടെ അടുത്ത് സംസാരിക്കുമ്പം കൃഷ്ണമോളും വിട്ടുകൊടുക്കില്ല. തിരിച്ച് കൃഷ്ണമോളും നല്ല മറുപടി അങ്ങോട്ട് പറയും കേട്ടോ. എങ്കിലും അമ്മയല്ലേ, അതുകൊണ്ട് ആ ഒരു സ്നേഹം ആ കുട്ടിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൾ പോയി കണ്ട് അമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ രോഹിത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ബബിതയുടെ കാര്യം എല്ലാം വിശദമായിട്ടൊക്കെ തന്നെ കൃഷ്ണമോൾ വൈജയുടെ അടുത്ത് പറയുന്നുണ്ട്. വൈജയ്ക്കാണെങ്കിൽ ഒരു വല്ലാത്ത വീർപ്പുമുട്ടാണ് ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടന്നിട്ട്. കാരണം പുറത്ത് നടക്കുന്ന കാര്യങ്ങളും അത് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ, തൻ്റെ ഒരേ ഒരു മകനാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനും കഴിയുന്നില്ല. ബാലചന്ദ്രനും ഇങ്ങനെയാണ്. ആ ഒരു സിറ്റുവേഷനൊക്കെ വൈജയന്തിനെ വല്ലാണ്ട് വീർപ്പ് മുട്ടിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മുടെ കൃഷ്ണമോൾ സംസാരിച്ച് ഇനി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനു വൈജയന്തിയെ കാണാനായിട്ട് പോവാണ്. ആൻറ്റി എന്തായി കാര്യങ്ങളൊക്കെ, അപ്പോൾ മോനെ നീ വന്നിരിക്കുക, എന്തായി നമ്മുടെ പിള്ളേരുടെ കാര്യങ്ങൾ, രോഹിത്തും ഹരിയുടെയും കാര്യങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം ആയോടാ മോനെ? ഒരു സമാധാനവും ഇല്ല, ഇനിയിപ്പോൾ എന്താ സമാധാനക്കേട് കാണിച്ചിട്ട് കാര്യമില്ല ആൻറ്റി, പുറത്തിറങ്ങാൻ രക്ഷയില്ല, ആ രീതിയിലാണ് കാര്യങ്ങളുടെയൊക്കെ നീക്കുപോക്ക്. ഇവന്മാരിങ്ങനെ ഒരു ഇത് ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ലല്ലോ. അപ്പോൾ രോഹിത്താണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആളാണെന്നല്ലോ കമലേട്ടത്തി പറഞ്ഞ്. ആൻറ്റിക്ക് എന്താ പറ്റിയ? അമ്മ അല്ലെങ്കിൽ അമ്മയുടെ മോനെ എന്ന് ന്യായീകരിച്ചല്ലേ പറയാറുള്ളൂ. ഇതിൻ്റെ മാസ്റ്റർ പ്ലാന് ഹരിയാണ്. കാരണം 1.5 കൊല്ലത്തോളം ഈ പെൺകുട്ടിയായിട്ട് അവൻ സ്നേഹം നടിച്ച് നിന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊന്നും നടക്കാണ്ട് വന്നപ്പോൾ ഇങ്ങനൊരു ദിവസം അവൻ ക്രിയേറ്റ് ചെയ്ത് ആ കുട്ടിയെ ട്രാപ്പിലാക്കുകയും കൂട്ടുകാർക്ക് കാഴ്ചവെക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ രോഹിത്ത് അങ്ങനെ അവിടെ പോയി എന്നല്ലാണ്ട്, കാരണം ഗൂഢാലോചനയിലുണ്ടായിരുന്നു ആൻറ്റി, പക്ഷേ അവൻ അല്ലാണ്ട് ആ കുട്ടിയെ റേപ്പ് ചെയ്യുന്നതിലൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അവൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടിട്ട് വൈജയ്ക്ക് അങ്ങോട്ട് വല്ലാത്ത സങ്കടം വരെയാണ്. ഒരു പെൺകുട്ടി, കാരണം 2 സഹോദരിമാർ ഉള്ളവനാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുമോ? അതിൻ്റെ ഇടയിൽ എൻ്റെ മനു പറഞ്ഞു, അതിൻ്റെ ഇടയിൽ അലീനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട്, കാരണം ഇതിന് മുന്നേ ഇവർ മയക്കുമരുന്ന് ഹരിയും രോഹിത്തും കൂടെ ചേർന്നാണല്ലോ അലീനയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചത് ആൻറ്റി. അപ്പോൾ അതിൻ്റെ കേസുമായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോയി. പിന്നെ ഇറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വൈജ പറഞ്ഞു, ആ ഒറ്റൊരുതി ഈ വീട്ടിൽ കാല് കുത്തിയ പിന്നെ ദുശകനങ്ങളല്ലാണ്ടില്ല. ആൻറ്റി വീണ്ടും വീണ്ടും അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൾ പറഞ്ഞോ രോഹിത്തിൻ്റെ അടുത്തും ഹരിയുടെ അടുത്തൊക്കെ ഇതിൽ ചെന്ന് ചാടാൻ, പിന്നെ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നത്? എന്നാലും അവളുടെ ആ ഒരു വരക്കത്തോടു കൂടി തന്നെ കുടുംബം ഇങ്ങനെയൊക്കെ ആയി. ആൻറ്റി കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ബബിതേനെ വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം ബബിതയെക്കുറിച്ചും കുറച്ച് റൂമറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആൻറ്റി. മക്കളുടെ കാര്യങ്ങളിൽ ആൻറ്റി അങ്കിളും ഈ രീതിയിൽ 2 പാലത്തിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവർ ആ അവസരങ്ങളൊക്കെ മുതലാക്കുന്നുണ്ട്. അതാണ് രോഹിത്തിന് ഇങ്ങനൊരു അവസ്ഥ വന്നത്. നമ്മുടെ മക്കളുടെ ഭാവി അത് നോക്കണം. നിങ്ങളുടെ വാശി ജയിക്കണമെന്നുള്ള രീതിയിൽ 2 പേര് നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ 2 പേര് ഒരുമിച്ച്
ഒരുമിച്ച് നിന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാവി നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ ആൻറ്റി. നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കണം. ബബിതയെക്കുറിച്ച് എന്താടാ മോനെ നീ അങ്ങനെ പറയുന്നത് എന്ന് വൈജയന്തി ചോദിക്കേണ്ട കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, വൈജയ്ക്ക് 24 മണിക്കൂർ റൂമിനകത്ത് കയറിയിരുന്ന് ഫോൺ വിളിയും കാര്യങ്ങളും, അച്ഛനിങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, സ്വന്തം ആങ്ങള ഈ ഒരു അവസ്ഥയിൽ, ഇതൊന്നും അവളെ ബാധിക്കില്ല. ഞാൻ സംസാരിച്ചൊക്കെ നോക്കി, പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ചില കാര്യങ്ങളുണ്ട്, അത് ആൻറ്റിയുടെ അടുത്ത് പറയാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. എന്താ മനു നീ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, എന്തായാലും ബബിതയെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ആൻറ്റിയും അങ്കിളും ആ രീതിയിൽ തന്നെ നിങ്ങൾ ഒറ്റ കൈയായിട്ട് നിന്നാലേ മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം ബാലചന്ദ്രന് ഒരു ട്രിപ്പ് കൊടുക്കാനായിട്ട്, അപ്പോൾ ആ ട്രിപ്പും കൂടെ ഇട്ട്, അപ്പം ഡോക്ടർ പറയുന്നുണ്ട് അലീനയുടെ അടുത്തും അതുപോലെ തന്നെ മനുവിൻ്റെ അടുത്തും പറയുന്നുണ്ട്, വളരെയേറെ ശ്രദ്ധിക്കണം, അത്ര ഓക്കെ അല്ല ആൾ, കാരണം മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഒത്തിരി അലട്ടാണ്ട് പുള്ളിയെ നല്ല രീതിയിൽ കെയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ഡോക്ടറോട് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോളാം ഡോക്ടറെ, അച്ഛനെ ആ രീതിയിൽ എന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അന്നത്തേക്ക് എന്നെ ഡിസ്ചാർജ് കുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ അമൽ ബൈക്ക് ദൂരെ ഒരു ഇച്ചിരി ദൂരെ അവരെ വീടിൻ്റെ ബബിതയുടെ വീടിൻ്റെ ഗേറ്റിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അവനൊരു ഇങ്ങനെ ഫുഡുമായിട്ട് പറഞ്ഞ ഒരു രീതിയിൽ വരെയാണ്. അപ്പോൾ ഒരു പാഴ്സലൊക്കെ ആയിട്ടാണ്. അപ്പോൾ അഥവാ ഇനി ആൾക്കാരാരെങ്കിലും ശ്രദ്ധിച്ചാൽ തന്നെയും ഒരു ഡൗട്ടൊന്നും അടിക്കില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ വരെയാണ്. അപ്പോൾ ബൈക്ക് ദൂരെ അമൽ വീട്ടിലോട്ട് കയറി വരെയാണ് കേട്ടോ. അപ്പോൾ ചുറ്റിനും പരിങ്ങിയൊക്കെ നോക്കുന്നുണ്ട്, ആരെങ്കിലും താൻ കയറി പറഞ്ഞത് കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഉടനെ ബബിതയെ ഫോൺ ചെയ്യണം. അങ്ങനെ ബബിത ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഡോറ് തുറന്ന് അമലിൻ്റെ ചെരുപ്പ് ഉൾപ്പെടെ എടുത്ത് അകത്തോട്ട് വന്നിട്ട് റൂമിലോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഒരു മകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് ഒരു കാമുകനെ വിളിച്ച്, എന്ത് നല്ല കാമുകനാന്ന് പറയണ്ട, കാമുകനെ വിളിച്ച് വീട്ടിനകത്ത് കയറ്റുന്ന ഒരു സിറ്റുവേഷൻ. എന്നിട്ട് കാമുകനോ ഒരു കിറ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കിറ്റ് അപ്പോൾ കണ്ടപ്പോൾ തന്നെ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ഒരു കുറച്ച് നാൾ കാണാത്തതിൻ്റെ കെട്ടിപ്പിടിക്കലും ആ ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എടി ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് അമൽ ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്തായാലും അവർ വരാൻ ഒരു ഉച്ച കഴിയും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അമൽ ആ കിറ്റ് ബബിതയുടെ കൊടുക്കണം. ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബബിത. അങ്ങനെ ബബിത അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് ഒരു ഇതായിട്ടുള്ള മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അവരുടെ ഫിസിക്കൽ റിലേഷന് വേണ്ടിയിട്ട് അവൻ കൊണ്ടുവന്നൊരു സാധനമാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കണം, ഇതൊക്കെ വേണമെന്നോ, ഇല്ലെങ്കിൽ ഇനി നീ എങ്ങാനും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാലോ അതിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ഈ ബിയറോ അങ്ങനെ എന്തോ ഒരു സാധനം കൂടെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പാട്ടൊക്കെ ഇട്ട് കുറച്ച് ബിയറൊക്കെ അടിച്ച് അവരുടേതായിട്ടുള്ള റൊമാൻറ്റിക് കുറച്ച് ഇതൊക്കെ കഴിഞ്ഞ് ഫിസിക്കൽ റിലേഷനിലൊക്കെ ഇടപെട്ടിട്ട് ആ ഒരു ബന്ധത്തിലൊക്കെ പോയി അവർ പിന്നെ റിലാക്സ് ചെയ്യണം കേട്ടോ കുറച്ച്. അപ്പോൾ ഈ സമയം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ അവർ ഒരുവിധം എല്ലാം അലീനയും മനുവും എല്ലാം കൂടെ ചെയ്ത് അവർ റെഡിയാക്കിയാണ്. അപ്പോൾ ഇതിൻ്റെയോടൊപ്പം തന്നെ ഗോവർദ്ധനും ഒപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ, കാരണം ബാലചന്ദ്രൻ്റെ കാര്യങ്ങളും എല്ലാം ഡീൽ ചെയ്യണമല്ലോ. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് ബാലചന്ദ്രനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ ഇതേ സമയം നമ്മുടെ ബബിത വീട്ടിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു റിലേഷൻ കഴിഞ്ഞിട്ട് ബബിതയും ആ കാമുകനും കൂടെ ആ റൂമിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഈ ബിയറൊക്കെ കഴിച്ചതിൻ്റെ ആണെന്ന് തോന്നുന്നു ആ ഒരു ക്ഷീണം ഉറക്കം വന്നതുകൊണ്ട് അവർ മയങ്ങിപ്പോവാണ് കേട്ടോ. ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ടില്ല, ബബിതയുടെ റൂമിൻ്റെ ഡോറ് ക്ലോസ് ചെയ്തിട്ടില്ല, താഴെ ലോക്ക് ചെയ്തിട്ടാണ് ബബിത പോയത് മേളിലോട്ട്. അങ്ങനെ അവരവിടെ കിടന്ന് മയങ്ങുകയാണ് കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ്റെ ഡിസ്ചാർജിൻ്റെ ഫോർമാലിറ്റിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ വരെയാണ്. അപ്പോൾ വീട്ടിലോട്ട് വരുന്ന സമയം ഗോവർദ്ധൻ്റെ വണ്ടിയിൽ വരെയാണ്, കാര്യം ബാലചന്ദ്രനെ വീട്ടിലോട്ട് ആക്കാമല്ലോ. ആ രീതിയിൽ അവരെല്ലാവരും കൂടെ വീട്ടിലോട്ട് വരുന്ന ഒരു സീനാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ സമയം ബബിതയും കാമുകനും കൂടെ റൂമിനകത്ത് മയക്കത്തിലാണ്. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രനും അലീനയും ഒക്കെ അവർ വീട്ടിലോട്ട് വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഒരു വല്ലാത്ത സീനാണ്. അപ്പോൾ ഇവർ വന്നിറങ്ങിക്കഴിഞ്ഞ്
നിൽക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഡോറ് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ബബിതയെ വിളിക്കേണ്ടെന്ന് കരുതിയിട്ട് അലീനയുടെ കയ്യിൽ സ്പെയർ കീ ഉണ്ടായിരുന്നു. അപ്പോൾ അലീന ആ കീ വെച്ച് ഡോർ ഓപ്പൺ ചെയ്ത് കയറുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ബബിത എന്തേ, ബബിതയെ കാണാനില്ലല്ലോ, റൂമിലായിരിക്കും അച്ഛാ, ഞാൻ വിളിക്കാം, അച്ഛൻ പോയി എന്തായാലും കിടക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ മോളെ എന്ന് പറയും. അങ്ങനെ മനുവും നമ്മുടെ ഗോവർദ്ധനും കൂടി ലഗേജൊക്കെ എടുക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തകത്ത് വയ്ക്കണം. അങ്ങനെ കൃഷ്ണമോള് അച്ഛനെയും പിടിച്ചുകൊണ്ട് മേളിലോട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ മേളിലെത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ബബിതയുടെ ഡോറിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോറിലൊന്ന് തട്ടി കേട്ടോ. അപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിനുശേഷം ബാലചന്ദ്രൻ ആ ഡോറൊന്ന് തട്ടിയിട്ടും തുറക്കണില്ലല്ലോ. ബാലചന്ദ്രൻ ജസ്റ്റ് ബബിതയുടെ ആ റൂമിൻ്റെ ഡോറൊന്ന് ഇങ്ങനെ തുറന്ന് നോക്കണ്ട ബബിത കിടക്കുകയാണോന്ന് അറിയാൻ. ബാലചന്ദ്രൻ്റെ ആ മനുഷ്യൻ ആ ഡോറ് തുറക്കുമ്പോൾ ആ കണ്ണിൽ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് ഒരച്ഛനും ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത 17-18 വയസ്സുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ഈ കൊച്ചു മകള് ഒരു കാമുകനെ വീട്ടിൽ വിളിച്ചു കയറ്റി കിടപ്പറ പങ്കിട്ട് കിടക്കുന്ന ഒരു സീനാണ് ബാലചന്ദ്രൻ കാണുന്നത്. ആ മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചങ്ക് പൊട്ടുന്ന കണക്കുള്ളൊരു സീനാണ് കേട്ടോ. ലോകത്തൊരച്ഛനും സഹിക്കാൻ പറ്റാത്ത, അച്ഛനായാലും അമ്മയായാലും മറ്റൊരാൾക്കും സഹിക്കാൻ പറ്റാത്തത്ര ഒരു സീനാണ് ആ കാണുന്നത്. ആ മനുഷ്യൻ ചങ്കത്ത് കൈവച്ച് ഇങ്ങനെ ഒരു മിനിറ്റ് നിന്നുപോയി, മിണ്ടിയില്ല, ഒച്ച ഉണ്ടാക്കിയില്ല. അപ്പോഴേക്ക് അലീന കയറി വരികയാണ് അച്ഛനെ കിടത്താനായിട്ടുള്ള രീതിയിൽ. അലീന നോക്കുമ്പോൾ കണ്ട സീൻ, അലീന അന്താളിച്ച് പോവാണ്. ഇതിന് മുന്നേ ഒരു ദിവസം അവൻ അവിടെ ഉണ്ടായിരുന്നു, അലീന ചൂളിനെ തല്ലി അവനെ ആട്ടിപ്പായിച്ചതാണ്. പിന്നെ പറയാനുണ്ടോ, ബാലചന്ദ്രന് സഹിക്കാൻ പറ്റുന്നില്ല. അലീന അപ്പം തന്നെ ഓടിച്ചെന്ന് ഒരു ഗുളിക എടുത്തുകൊണ്ട് വരികയാണ്. കാര്യം മനസ്സിന് നെഞ്ചിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നതിന് മുന്നേ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ആ നാക്കിനടിയിൽ വെച്ചിരിക്കുന്ന ഒരു ടാബ്ലറ്റാണ് കേട്ടോ. അലീന ഒട്ടും തന്നെ പതറാണ്ട് ഓടിപ്പോയിട്ട് ആ ടാബ്ലറ്റ് എടുത്തുകൊണ്ടൊന്ന് വേഗം ബാലചന്ദ്രൻ്റെ വായിൽ വെക്കുകയാണ് കേട്ടോ. കൃഷ്ണമോള് നിന്ന് വിറയ്ക്കണം, എന്താ അവസ്ഥയെന്ന്. ഇതൊക്കെ കണ്ടിട്ട് ബാലചന്ദ്രൻ്റെ വാ അച്ഛാ റൂമിലോട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അലീനയും കൃഷ്ണമോളും കൂടെ ബാലചന്ദ്രനെ കയ്യിൽ പിടിച്ച് റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. ബാലചന്ദ്രന് എന്ത് പറയണമെന്നറിഞ്ഞൂടാ, മനുഷ്യൻ്റെ ചങ്ക് പൊട്ടു കണക്കുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഇതേ സമയം നമ്മുടെ മനുവും ഗോവർദ്ധനും കൂടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനൊരു സംഭവം എന്തോ നടന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. അവർ വന്ന് നോക്കുമ്പോൾ അവർ കാണുന്നതും ഈ സീനാണ്. അവർ ആകെ അന്താളിച്ച് പോവുകയാണ്. ഗോവർദ്ധനൊക്കെ ഇതെന്താണ് ഇങ്ങനെ മക്കൾ ഇങ്ങനെ വഴിപഴയ്ക്കുമെന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിപ്പോട്ടോ. മനുവിൻ്റെ കണ്ണ് തള്ളിപ്പോവുകയാണ്. മനുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അലീന അച്ഛനെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് കൃഷ്ണമോളടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അലീന ചെല്ലുകയാണ് റൂമിലോട്ട്. ചെന്നിട്ട് ആദ്യം തട്ടി വിളിക്കുകയാണ് അവളെ, ബബിത എവിടെ? അത്ര വലിയ മയക്കത്തിലാണ് അവൾ, വേറെ ഒന്നും നോക്കില്ല. അവിടെ ജഗ്ഗി ഇരുന്ന വെള്ളം എടുത്ത് ആ കമലിൻ്റെ മുഖത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അവൻ ചാടി എഴുന്നേക്കണം. അപ്പോഴേക്കും ബബിത അങ്ങോട്ട് എഴുന്നേറ്റു. ആകെ അന്താളിച്ച് പോവാണ്. കാരണം അലീന കണ്ടു എന്നുള്ള സീൻ, അവരെത്തി എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ട്. രണ്ടുപേരും കിടന്ന്, അമലും ബബിതയും കൂടെ കിടന്ന് അങ്ങ് പകച്ച് നിൽക്കുകയാണ്. കണ്ടും പോയി ബബിത അപ്പോൾ തന്നെ അലീനയുടെ കാലിൽ വീഴുകയാണ്. അപ്പോഴേക്കും മനുവും ഗോവർദ്ധനും എല്ലാവരും നിൽക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അവർ വേറൊന്നും ചെയ്തില്ല. ബബിതേനെ പിടിച്ച് പുറത്താക്കിയിട്ട് ആ ഡോർ അങ്ങ് ലോക്ക് ചെയ്തു. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ ചേച്ചി, ഞാൻ ഇനി ഇങ്ങനെ വരില്ല, നിന്നെ അന്ന് ഞാൻ ആട്ടിപ്പായിച്ചല്ലടാ, നിനക്ക് നാണം ഉണ്ടോടാ, ഒരു പ്രായം തികയാത്ത പെണ്ണിനെ ഈ രീതിയിലൊക്കെ മിസ്യൂസ് ചെയ്യാൻ നിനക്ക് നാണം ഉണ്ടോയെന്നും പറഞ്ഞ് അലീന അവനെ ആക്കിയിട്ട് മനുവും അലീനയും ഗോവർദ്ധനും കൂടെ ആ ഡോറ് ലോക്ക് ചെയ്യണം. എന്നിട്ട് ബബിതയ്ക്കിട്ട് അലീന ഒരൊറ്റ കീറങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ടും ബബിത അലീനയുടെ കാല് പിടിക്കാൻ കേട്ടോ. കാല് പിടിച്ചിട്ട് പറയണേ, ചേച്ചി അലീന അച്ഛനോട് പറയല്ലേ, അച്ഛനോട് പറയണ്ടടി, അച്ഛൻ വന്ന് തന്നെ ആദ്യം നീ സ്വന്തം മകൾ ഒരു കാമുകൻ്റെ കൂടെ കിടക്കുന്ന സീൻ ആദ്യം കണ്ടത് ആ മനുഷ്യൻ തന്നെടി. ദേ അവിടെ ഇരിപ്പുണ്ട്, ചങ്ക് പൊട്ടി ഇരിപ്പുണ്ട്, ഞാനൊരു ഗുളിക കൊടുത്തിട്ടുണ്ട്, എന്താ പറഞ്ഞതെന്നുള്ളത് വെച്ചാൽ നീ കണ്ടോളാൻ പറഞ്ഞു. എന്നിട്ട് ബബിത അപ്പോഴേക്ക് ഓടണം അച്ഛൻ്റെ റൂമിലിട്ട് ചെന്ന് കാലേ കെട്ടിപ്പിടിച്ച്. പിന്നെ അങ്ങ് സീനാണ് കേട്ടോ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, കാരണം ബബിതയുടെ കയ്യിൽ നിന്ന് പോയി. ബബിത
ഇതൊക്കെ ചെയ്യുമെങ്കിലും ഇത്രയും പേര് കണ്ട്, സ്വന്തം അച്ഛനും കണ്ട് ഇത്രയും വലിയ സീനാകും എന്നുള്ളത് ബബിതയും ഓർത്തില്ലല്ലോ. ബബിത കയ്യിലിരിപ്പ് ഇത്രയും ആണല്ലോ. എന്തായാലും കൊള്ളാം, 10-18 വയസ്സായ ഒരു മകൾക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യം തന്നെ. എന്തായാലും അങ്ങനെ ഇവളൊക്കെ നിലയ്ക്ക് നിർത്തി വളർത്താത്തതിൻ്റെ ഒരു ദൂഷ്യം, അച്ഛനും അമ്മയും മക്കളെ വളർത്തുമ്പോൾ നിലയ്ക്ക് നിർത്തി വളർത്താത്തതിൻ്റെ ഒരു ദൂഷ്യമാണ് ഈ കണ്ടത്. എൻ്റെ ചെന്ന് കാല് പിടിച്ച് കരയണം. ഇതേ സമയം മനുവും ഗോവർദ്ധനും കൂടെ അമലിനെ നേരിടുകയാണ്. എടാ, നീ ഈ പ്രായം തികയാത്ത 8 പൊട്ടും തിരിയാത്ത പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് നിന്നെ ഈ രീതിയിൽ ചെയ്തെങ്കിൽ നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല. അപ്പോഴേക്കും അവൻ കരയാണ്. അവൻ കാല് പിടിക്കുമ്പോൾ ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമൽ കിടന്ന് വിരളേണ്. എന്തായാലും നീ അവിടെ കിടക്കുക, ഞങ്ങൾ പോലീസിനെ വിളിക്കില്ല. അയ്യോ ഏട്ടാ, പോലീസിനെ വിളിക്കല്ലേ ഏട്ടാ, അങ്ങളെ പോലീസിനെ വിളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീൻ അമലും കിടന്ന് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അവനെ ഇതിനും മുന്നേ മനുവേട്ടാ ഇവിടെ നിന്ന് ചൂലിനടിച്ച് ഞാൻ പുറത്താക്കിയതാണ്. അന്ന് ഞാൻ എറണാകുളം പോയിട്ട് വന്നപ്പോൾ ഇതുപോലെ അവൻ റൂമിലുണ്ടായിരുന്നു. ഞാൻ അന്ന് അവനെ ചൂലിനടിച്ച് പുറത്ത് തള്ളിയതാണ്. അവൻ തന്നെയാണ്. അപ്പോഴത്തേക്കും ഗോവർദ്ധനം ബബിതയുടെ അടുത്ത് ഇവൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ മക്കൾ വഴിവഴയ്ക്കുമെന്ന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തൊരവസ്ഥയാണിത്. മോനെ ഒരു തരത്തിൽ, മോൾ ഈ തരം, മക്കൾ ഇങ്ങനെയുണ്ടോ, പെൺമക്കളെ ഇങ്ങനെ അഴിച്ച് വിട്ടേക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഗോവർദ്ധനും ആകെ ഇതായിട്ട് ഇങ്ങനെ പറയണം കേട്ടോ. അവസാനം ബബിതയും അമലും കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, എന്തായാലും പിടിക്കപ്പെട്ടു. അവസാനം മനു പറയുന്നുണ്ട്, ഇപ്പോൾ രോഹിത്തിൻ്റെ ഒരു കേസ് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് മാത്രം നിന്നെ ഇപ്പോൾ പോലീസിന് പിടിപ്പിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ വൈകിട്ട് നിൻ്റെ വീട്ടിലോട്ട് വരണുണ്ട്. ഇതിനൊരു തീരുമാനം എടുക്കണമല്ലോ. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് അതിക്രമിച്ച് ഈ ഒരു രീതി ചെയ്യാൻ നിന്നെ വിടാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആ ഡോറ് തുറക്കണതും അമൽ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ കേട്ടോ. അത് കഴിഞ്ഞ് മനുവും ഗോവർദ്ധനും എല്ലാവരും കൂടെ ബാലേന്ദ്രൻ കിടക്കുന്ന റൂമിൽ പോവുകയാണ്. ബാലചന്ദ്രനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ചങ്ക് പൊട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോഴും ബബിത അവിടെ നിന്ന് അച്ഛാ എന്നോട് ക്ഷമിക്കുക അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് വിങ്ങി പൊട്ടുന്നുണ്ട്. എന്ത് വിങ്ങി പൊട്ടൽ? ഒരു മകളെന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു അച്ഛന് കൊടുക്കാൻ പറ്റുന്നതിൽ ഇത്രയും വലിയൊരു ശിക്ഷ ആ മനുഷ്യന് കൊടുക്കാനില്ല. അവസാനം ഗോവർദ്ധൻ ഇടപെട്ടു. നിന്നെയൊക്കെ ഇത്രയും വളർത്തി വലുതാക്കി നിൻ്റെയൊക്കെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ച് തന്നിട്ട് ഈ രീതിയിലൊക്കെയാണോ നീയൊക്കെ വളരണത്? ഒരു മകനുള്ളത് അങ്ങനെ, ഒരു പെൺമക്കൾ ഇങ്ങനെ, എന്തഴിഞ്ഞാട്ട രീതിയാണ്, നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് ഗോവർദ്ധനും കുറേ ഒച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല, ബാലചന്ദ്രൻ ഒന്നും പറയാനില്ല. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നുണ്ട്, നീ ഇത്രയും വലുതായെന്ന് അച്ഛൻ അറിഞ്ഞില്ല മോളെ. നീയും കൃഷ്ണയും, അതായത് ബബിതയും കൃഷ്ണയും പ്രസവിച്ച് കൈ തന്നപ്പോൾ ഉള്ള ആ ഒരു കുഞ്ഞ് എന്നുള്ളൊരു എൻ്റെ മനസ്സിൽ ഇപ്പോഴും. നീ ഇത്രയും വലുതായി എന്നുള്ള കാര്യം അച്ഛന് ഇന്നാ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ കൂടുതൽ വിഷമിക്കല്ലേ അച്ഛൻ, അച്ഛൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ഛൻ്റെ മനസ്സ് കൈവിട്ട് പോയാൽ വളരെ പ്രശ്നമാണ് അച്ഛൻ, അതുകൊണ്ട് അച്ഛൻ വിഷമിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഗോവർദ്ധനം പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞും ചെയ്തും പോവും ബാലേട്ടാ, ഞാൻ അതുകൊണ്ട് പോവാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന രീതിയിൽ ഗോവർദ്ധനെ അവിടുത്തെ എന്ന് വെച്ചാൽ പറ്റണില്ല. ഇത്രയും വലിയൊരു സിറ്റുവേഷൻ കണ്ടിട്ടേ പിടിച്ചാൽ നിൽക്കുന്നില്ല. അങ്ങനെ മനുവും ഗോവർദ്ധനും കൂടെ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, എനിക്കിതൊക്കെ കണ്ടിട്ട് കയ്യിൽ നിന്ന് പോവാം മനു എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. എന്തായാലും അവൻ്റെ വീട്ടിൽ പോയി 4 വാക്ക് പറയണമല്ലോ, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അവരുടെ അടുത്ത്, അവന് 2 പൊട്ടിച്ചിട്ട് വിട്ടാൽ മതിയായിരുന്നു മനുവേട്ടാ. അപ്പം മനു പറയുന്നുണ്ട്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേസും വഴക്കും കാര്യങ്ങളിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റൂല അലീന, നമ്മൾ ഓരോന്ന് ആലോചിച്ച് തന്നെ ചെയ്യണം. ഒന്നാമത് പെൺകുട്ടി നമ്മുടെ ഭാഗത്താണ്, അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ എന്ന് മനു പറയുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധനം പോകുന്നുണ്ട്. അതിനുശേഷം അലീനയും മനുവും ചേർന്ന് ബാലചന്ദ്രനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഇതിൽ കൂടുതൽ ഞാൻ എന്തൊക്കെ സഹിക്കണം, തള്ള അങ്ങനെ, പെൺമക്കൾ അങ്ങനെ, അതായത് വൈജയന്തിയുടെ ഭാഗം അറിഞ്ഞ് അത് ഞാൻ സഹിക്കണം, ഇപ്പോൾ മോളുടെ ഭാഗം അറിഞ്ഞ് ഞാൻ സഹിക്കണം, മോൻ്റെ ഈ ഒരു കേസ് അറിഞ്ഞ് ഞാൻ സഹിക്കണം, ഞാൻ എന്തൊക്കെ സഹിക്കണം മനു എന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യൻ ചങ്ക് പൊട്ടി നിശ്ചലമായി കിടക്കുന്ന ഒരു സീനാണ് കേട്ടോ. പക്ഷേ ഈ സീരിയലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷമം തോന്നിയത് ബാലചന്ദ്രൻ്റെ ആ ഒരു ക്യാരക്ടറിൽ തോന്നിയൊരു സീനാട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഞാൻ കണ്ടപ്പോൾ എനിക്കത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ടാണ് ഈ അപ്കമിങ് ആയിട്ട് ഞാനിത് ഇടുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മഴതോറും മുമ്പ് സീരിയലിൻ്റെ എല്ലാ ദിവസത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ തലേ ദിവസം, അതായത് നാളെ വരാനിരിക്കുന്നത് തലേ ദിവസം രാത്രി 9 മണിക്കകത്ത് തന്നെ ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ലൈക്കൊക്കെ തന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്കമിങ് എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഇതുപോലെ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സുമി മുഫാസ് മനസ്സിലെ കാറ്റത്തെ കിളിക്കൂട് സീരിയൽ എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ 2 ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറയുന്നു. ടാറ്റാ.